നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ന്യൂസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അർജുനെ പറ്റിയിട്ട്. അപ്പോൾ അവന് തിരിച്ച് കിട്ടുന്നത് വരെ തുടരണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറേ കൂടി എന്തൊക്കെയോ അവർ യൂസ് ചെയ്തിട്ട് ഇനി എത്തുന്നേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിലും കൂടി നോക്കാം. ഏതായാലും നമുക്ക് വേണ്ടി ഇവിടുന്ന് പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതേമാതിരി ഇവന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ ഫോഴ്സിലുള്ള ആളുകൾക്കും എല്ലാവർക്കും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അർജുനെ കണ്ടെത്തും വരെ ഇതുപോലെ തുടരണം രക്ഷാദൗത്യം എന്ന് കുടുംബം പറയുമ്പോഴും 8ാം ദിനത്തിലും നിരാശയാണ് ഫലം. ശക്തമായ കാറ്റും കനത്ത മഴയും ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കുമായിരുന്നു ദൗത്യസംഘത്തിന് മുന്നിലെ ഇന്നത്തെ വെല്ലുവിളി. കാലാവസ്ഥ പ്രതികൂലമായതോടെ തിരച്ചിൽ വൈകുന്നേരത്തോടെ അവസാനിപ്പിക്കേണ്ടിയും വന്നു. നാടൊന്നാകെ പ്രാർത്ഥനകളോടെ അർജുനായി കാത്തിരിക്കുമ്പോഴും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നു എന്നത് വേദനാജനകമാണ്. പല വിവരങ്ങളും ആധികാരികം എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നുണക്കഥകളാണെന്ന് അധികൃതർക്ക് തിരുത്തേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ. 8ാം ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ അർജുൻ കാണാമറയത്ത് തുടരുന്നു. ಅವು ಏನಾದ್ರು ಮಾಡ್ಕೊಬಂದು ಹೊಟ್ಟೆ ತುಂಬುದಾಯ್ತು. ಗದ್ದೆನೂ ಹಿಂಗಾಗೋಯ್ತು, ಮನೆಯೂ ಹಿಂಗಾಗೋಯ್ತು ಅಂತ. എട്ടാം ദിനത്തിലും അർജുനായിട്ടുള്ള തിരച്ചിൽ ഒരു ഫലവും നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടില്ല. 9ാം ദിനത്തിലും തിരച്ചിൽ തുടരും എന്നറിയുന്നു. വിദഗ്ധ സംഘം എത്താൻ പോകുന്നു. ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങൾ എത്തിക്കാൻ പോകുന്നു. ഏതായാലും ഗംഗാവാലി നദിയിലായിരിക്കും ഇനി അർജുനെ കണ്ടെത്താനുള്ള സാധ്യതകൾ എന്ന നിഗമനം ഏതാണ്ട് അതിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടക്കാൻ പോകുന്നത്. 8ാം ദിനത്തിലും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്ന ഘട്ടത്തിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഷിരൂരിൽ നിന്ന് അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫാണ്. മനാഫിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മനാഫ്, എത്രത്തോളം അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് അതിന്റെ തുടക്കം മുതൽ തന്നെ, അർജുനെ കാണാതായത് മുതൽ തന്നെ മനാഫ് എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്? മനാഫിന്റെ ഇടപെടൽ കാരണം എന്തെല്ലാം മാറ്റങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അർജുന്റെ നാട്ടുകാരിൽ ഒരാളായ ശ്രീ കെ രവിയുണ്ട് ഇന്ന് വൈകുന്നേരം നമ്മളോടൊപ്പം. റിട്ടയേർഡ് കേണൽ ശ്രീ എസ് ഡിന്നി നമ്മളോടൊപ്പം ഉണ്ട്. അതിഥികളിലേക്ക് പോകും മുൻപ് ഇന്നത്തെ തിരച്ചിലിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നാളെ നടക്കാൻ പോകുന്ന ദൗത്യം, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അരുൺ പാറയ്ക്കൽ, ഞങ്ങളുടെ പ്രതിനിധി ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ തിരച്ചിലും വിഫലമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറെ കൂടി നേരത്തെ സേനയുടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥയാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇനി വിദഗ്ധ സംഘം എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരച്ചിലിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നിഗമനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഗംഗാവാലിയിൽ തന്നെയായിരിക്കും അരുണും ലോറിയും അകപ്പെട്ടിട്ടുണ്ടാവുക എന്ന കാര്യം ഉറപ്പിക്കാൻ ദൗത്യസംഘത്തിന് സാധിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നു. അതായത് സൈന്യവും അതുപോലെ തന്നെ നാവികസേനയും ഒക്കെ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ പുഴയിൽ 40 മീറ്റർ അകലെ 8 മീറ്റർ ആഴത്തിൽ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തി, റഡാർ സംവിധാനത്തിലൂടെ ആ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാവികസേനയും ഇന്ത്യൻ ആർമിയും ഒക്കെ പരിശോധന നടത്തി. വിവിധ ബോട്ടുകളിലായി ഈ പുഴയിൽ നിരവധി തവണ പരിശോധന നടത്തി. രാവിലെ മുതൽ ഉച്ചവരെ അത്തരത്തിൽ ഈ പരിശോധന നീണ്ടു. അതിനിടയിൽ ഇടവിട്ട് പെയ്ത മഴ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതികൂലമായ കാലാവസ്ഥ വല്ലാത്തൊരു ഈ ഒരു തെരച്ചിലിനെ വല്ലാത്ത രീതിയിലാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത് ഈ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായ മഴയും ശക്തമായ അടിയൊഴുക്കും ശക്തമായ കാറ്റും ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു
പ്രതികൂലമായ കാര്യം. മറ്റൊന്ന്, ഈ കരയിലെ തിരച്ചിൽ പൂർണ്ണമായും ഇപ്പോൾ അവസാനിച്ച മട്ടാണ്. ഈ കരയിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്ത്, അതായത് മലയിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തു. റോഡൊക്കെ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് നാളെയോ മറ്റന്നാളോ ഈ റോഡിലൂടെ വാഹന ഗതാഗതം ഒരുപക്ഷെ അനുവദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്രത്തോളം റോഡ് ക്ലിയറൻസ് ചെയ്തു കഴിഞ്ഞു. റോഡിൽ ബാരിക്കേഡുകളൊക്കെ വെച്ചു കഴിഞ്ഞു. ഇനി നദിയാണ് പ്രധാനമായും ഈ ദൗത്യസംഘം ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നദിയിൽ തെരച്ചിൽ നടത്തണമെങ്കിൽ ചില പ്രതികൂലമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നദിയുടെ അടിയൊഴുക്ക്. മറ്റൊന്ന്, 30 അടി താഴ്ചയിലധികം ആഴമുണ്ട് ഈ നദിക്കെന്നാണ് പ്രാഥമികമായുള്ള ഒരു കണക്കുകൂട്ടൽ. അതിന് മുകളിലേക്ക് ഈ മണ്ണ് ഇങ്ങനെ കൂന പോലെ അടിഞ്ഞുകൂടിയൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ചെറിയ ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പുഴയുടെ നടുക്ക് 500 മീറ്റർ വീതിയാണ് ആ പ്രദേശത്തുള്ളതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ആ ഭാഗത്ത്, ഈ പുഴയുടെ നടുഭാഗത്ത് മധ്യഭാഗത്തിലേക്ക് ഈ മണ്ണിടിഞ്ഞു വീണ ചെറിയ ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിനടിയിൽ ഈ വാഹനമുണ്ടോ എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അത് കണ്ടെത്തണമെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങൾ വേണം, ആധുനിക ഉപകരണങ്ങൾ വേണം. GPS ടെക്നോളജിയിലൂടെ ഇപ്പോഴും ഈ വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ദൗത്യസംഘമുള്ളത്. അല്ല അരുൺ, അതിന്റെ ഭാഗമായിട്ടാണോ ആർമിയിലെ മേജർ ജനറൽ ആയിരുന്ന M ഇന്ദ്രപാലിന്റെ സഹായം ദൗത്യസേന തേടിയിരിക്കുന്നത്? അദ്ദേഹം നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് അറിയുന്നു. ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം പോലെയുള്ള അത്യാധുനിക സംവിധാനം, അതിന്റെ ഉപയോഗം എത്രത്തോളമാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, അതുതന്നെയാണ്. ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മണ്ണിനടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോഹ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നാവികസേനയും സൈന്യവുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു, മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ അടിയൊഴുക്ക് കാരണം അല്ലെങ്കിൽ ഈ മണ്ണ് കാരണം ഈ പുഴയിലേക്ക് ഇറങ്ങാനോ പുഴയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്താനോ സാധിച്ചിട്ടില്ല. ഒപ്പം ഈ ശക്തമായ കാറ്റും മഴയുമൊക്കെ ഈ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതോടുകൂടി ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യൻ ആർമിക്കുമുള്ളത്. റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹം നാളെ 10 മണിയോടുകൂടി ഷുരൂരിലെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി അത്യാധുനിക യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഈ പരിശോധന ആരംഭിക്കാൻ സാധിക്കും. ഇന്ന് സൈന്യവും നാവികസേനയും ഒക്കെ ഡീപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായ ഈ ഒരു സംവിധാനമൊന്നും ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കില്ല. എന്തായാലും നാളേക്ക് പരിശോധന മാറ്റി നേരത്തെ പരിശോധന നിർത്തിവെക്കുന്ന ഉപയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഒരു ഗോ ഹെഡ് എന്നത് ഡൽഹിയിൽ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംവിധാനം നദിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അർജുനും ലോറിയുമെങ്കിൽ അത് വളരെ വേഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണോ ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്? ഗോപികൃഷ്ണൻ, അതുതന്നെയാണ് ഈ ഒരു സംവിധാനത്തിലൂടെ, അതായത് അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇത് പെട്ടെന്ന് ഈ ലോറി, അതായത് 40 അടിയോളം താഴ്ചയുള്ള ലോഹവസ്തു കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഈ വിദഗ്ധരുൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇത് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ, നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇന്നിപ്പോൾ ഈ സ്ഥലം MLA, സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്ഥലം MLA ഈ പ്രദേശത്തേക്ക് 5ഓ 6ഓ തവണ സ്ഥിരമായി വന്നു പോകുന്ന ആളായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ അപ്ഡേഷൻ കൃത്യമായി മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ ബന്ധുക്കളെ ഉൾപ്പെടെ അറിയിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം എത്തിയില്ല. വൈകുന്നേരം അദ്ദേഹം എത്തി ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളോട് ഈ കരയിലെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ചു. ഒപ്പം ഈ ഒരു അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക സജ്ജീകരണങ്ങൾ, ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം എത്താതിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഇത് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായി അതിൻ്റെ പുറകെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇത് ഉടൻ തന്നെ എത്തും, നാളെ തന്നെ എത്തും. അതിനുശേഷം ഈ മണ്ണിനടിയിലുള്ള, അതായത് 40 അടിയോളം താഴ്ചയിലുള്ള ഈ ലോഹവസ്തുക്കളൊക്കെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഈ അർജുൻ ഉപയോഗിച്ച ലോറിയും അത് മണ്ണിനടിയിലുണ്ടെങ്കിൽ, ഈ ഗംഗാവാലി പുഴയ്ക്ക് അടിയിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അർപ്പിക്കാം. ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്നത് ഈ 40 അടി താഴ്ചയിലുള്ള ലോഹവസ്തുക്കളെ കണ്ടെത്താൻ സഹായകരമാകുന്ന ഒരു ഉപകരണമാണെങ്കിൽ നാളെ അത് ഈ ദൗത്യ സംഘത്തിന് ലഭിക്കുന്നതോടുകൂടി ഈ അർജുനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അരുൺ, ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ്,
ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഊഹാപോഹങ്ങൾ, അസത്യങ്ങൾ, അഭ്യൂഹങ്ങൾ ഇതൊക്കെ? കാരണം കാൻവാർ SP M നാരായണൻ തന്നെ ഇന്ന് പറഞ്ഞത് പല കാര്യങ്ങളിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഇന്ന് കരയിലേക്ക് അടുപ്പിച്ചെടുത്ത ടാങ്കർ ലോറിയുടെ കാര്യത്തിൽ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു, അത് വൈദ്യുതി കമ്പിയിൽ തട്ടി, അതിൽ ആഘാതമേറ്റ് നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 2 ദിവസം ഈ അർജുൻ ഉണ്ടായിരുന്ന ലോറി സ്റ്റാർട്ടാക്കിയിരുന്നു, അത് ലോറി മെഷീൻ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങൾ. അതായത് തുടക്കത്തിൽ നമ്മൾ അർജുൻ്റെ തിരിച്ചുവരവിന് ആശ്വാസകരമായ ഒരു വാർത്ത എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് അത്തരം വിവരങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ തന്നെ ആരോ പടച്ചു വിട്ട അസത്യങ്ങളാണ്, ഊഹാപോഹങ്ങളാണ്, അഭ്യൂഹങ്ങളാണ് എന്ന് അധികൃതർക്ക് നേരിട്ട് ഇടപെട്ട് പറഞ്ഞ് തിരുത്തേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഗോപീഷൻ, പലപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ നേരിട്ടുള്ള അനുഭവം. പല ആളുകളും ഇവിടേക്ക് എത്തുകയും ഈ നദിയുടെ, അതായത് ഗംഗാവാലി നദിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഈ വനത്തിലൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തടിമില്ലുകളിൽ നിന്നൊക്കെ മരം ഒലിച്ച് ഈ പുഴയിലൂടെ വരുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കാണാറുണ്ട്. ഈ സ്ഥലത്ത്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ മരം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അതൊക്കെ ചിത്രീകരിച്ച് അത് നാട്ടിലേക്ക് അയച്ച് ബന്ധുക്കൾക്ക് ഇത് അർജുൻ്റെ വാഹനത്തിലെ മരമാണെന്നൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണാപരമായ ഒരു പ്രചരണം നടത്തുന്നത് നമ്മുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമാണ്. പ്രത്യേകിച്ച് ഈ വ്ളോഗർമാരൊക്കെയാണ് ഇങ്ങനെ, ഈ യൂട്യൂബർമാരൊക്കെയാണ് ഈ സ്ഥലത്തെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം വ്യാപകമായി നടത്തുന്നതെന്ന് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പുഴയിൽ, അതായത് പുഴയിൽ നടുക്ക് വെച്ച് ഒരു പൊട്ടിത്തെറി നടന്നു. ആ പൊട്ടിത്തെറിയിലാണ് ഈ പുഴവെള്ളം ഈ ഒളവറ പ്രദേശത്തേക്ക്, അങ്കോല താലൂക്കിലെ ഒളവറ ഈ പ്രദേശത്തേക്ക് ഇരച്ചു കയറിയതെന്നും അങ്ങനെയാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതെന്നും ആ പ്രദേശവാസികളും പറയുന്നുണ്ട്. ചിലരൊക്കെ അത് സാധൂകരിക്കുന്ന ചില വിവരമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരോ സ്ഥലം MLA അതൊക്കെ നിരാകരിക്കുകയാണ്. അത്തരത്തിലൊരു പൊട്ടിത്തെറി, വാതക ചോർച്ചയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് ഒരു കർവാണ്. ആ കർവിൽ 3 ടാങ്കർ ലോറികളെങ്കിലും മിനിമം നിർത്തിയിടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ ടാങ്കർ ലോറികൾ ഈ പ്രദേശത്ത് ഒറ്റയ്ക്കല്ല വരാറ്. അവരൊരു 3-4 വാഹനങ്ങൾ. അവിടെയും പ്രശ്നമുണ്ട്. കാരണം ഈ വലിയ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രദേശത്ത്, അതായത് ഈ കുന്നിനും ഈ ഗംഗാവാലി പുഴയ്ക്കും നടുവിലുള്ള ഈ ഹൈവേയിൽ എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു കണക്ക് ഇപ്പോഴും ആരുടെയും കൈവശമില്ല. അപ്പം അതിന് മുൻപുള്ള ചില ദൃശ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ കുറേ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടെങ്കിലും അതൊന്നുമല്ല. എത്ര ലോറികൾ, എത്ര വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന കൃത്യമായ ഒരു കണക്കില്ല. അതായത് പല സന്ദർഭങ്ങളിലും ഊഹാപോഹങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്ന അവാസ്തവമായ വിവരങ്ങളിലും ചുറ്റിപ്പറ്റിയാണ് നമ്മൾ പല നിഗമനങ്ങളിലേക്കും എത്തിച്ചേരുന്നതെന്നാണ് ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം വാഹനങ്ങൾ എത്രയുണ്ടായിരുന്നു, അർജുൻ എവിടെയായിരുന്നു എന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇപ്പോൾ ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവരെ കാണാതായി, പിന്നെ അവരുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നതൊക്കെ അല്ലാതെ വാഹനങ്ങളുടെ കണക്ക് സംബന്ധിച്ചൊന്നും ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലേ? ഗോപീഷൻ, തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ വാഹനങ്ങൾ സംബന്ധിച്ച യാതൊരു വിവരവും, അവിടെ എത്ര വാഹനങ്ങൾ നിർത്താൻ സാധിക്കും എന്നതല്ലാതെ ഈ വാഹനങ്ങൾ എത്രയുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച യാതൊരു വിവരവും പുറത്തു വരുന്നില്ല. ഈ സമയത്ത്, അതായത് ഈ അപകടം നടക്കുന്നതിന് തലേ ദിവസം രാത്രി ആ വഴി പോയ ഒരു പ്രദേശവാസി, അതായത് അദ്ദേഹം ഇവിടെ നിന്നും, ഈ പ്രദേശത്ത് നിന്നും 2 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. മംഗലാപുരത്തേക്ക് മീനുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് അദ്ദേഹം പോയതായിരുന്നു, മത്സ്യവുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് പോയതായിരുന്നു. ആ സമയത്ത് ഈ ചായക്കടയിൽ വാഹനം നിർത്തി അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സമയം അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത്, ഈ പ്രദേശവാസി സൂചിപ്പിച്ചത്, ഒരു ടാങ്കർ ലോറി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലത്തേക്ക് എത്ര വാഹനങ്ങൾ അവിടെ നിർത്തി എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഈ ISRO ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. കൂടുതൽ ചിത്രങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ എത്ര വാഹനങ്ങൾ എത്തി, അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ അവിടെ മറികടന്ന് പോയി എന്നത് ഈ റോഡിൻ്റെ മുൻവശത്തും, അതായത് ഈ റോഡിൻ്റെ ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ പിറകിലും മുന്നിലുമായുള്ള CCTVകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കണം. ഇത് NH66 തുടങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടേക്ക് NH66 4 വരി പാത പ്രവേശിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഈ മലയോരത്ത്, അതായത് ഈ ശിരൂർ മലയോരത്ത്
ഒരു കർവുണ്ട്, ഷേപ്പ് കർവുണ്ട്. അവിടെ ഒരു 3 ടാങ്കർ ലോറിയെങ്കിലും മിനിമം നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട് എന്നാണ് സമീപവാസികളിൽ നിന്ന്. അതാണ് അരുൺ, ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളടക്കം, ഇപ്പം ഞാൻ സ്വയം വിമർശനപരമായി പറയുകയാണ്, മാധ്യമങ്ങളടക്കം ഈ കാര്യങ്ങളിൽ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ശരിയായ വിവരങ്ങൾ മാത്രം, വസ്തുതകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് പല സോഴ്സുകളും ഒരുപക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ പലരും പറയുന്ന കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നമ്മൾ ചില നിഗമനങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിവരങ്ങൾ, അത് എത്ര ചെറിയ വിവരമാണെങ്കിലും എത്രയും കുറഞ്ഞ വിവരങ്ങളാണെങ്കിൽ പോലും വസ്തുതാപരമായ വിവരങ്ങൾ നൽകുക എന്നതാണ്, അതിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. അല്ലാതെ ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ, ഊതിപ്പെരിപ്പിച്ച വസ്തുതകൾ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ശരിയായ വസ്തുതകൾ നൽകുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം. അരുൺ പാറയ്ക്കൽ, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനപരമായി ഈ കാര്യങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതുമാണ്. ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫാണ്. ഒപ്പം തന്നെ അർജുന്റെ നാട്ടുകാരൻ ശ്രീ കെ രവിയുണ്ട്. റിട്ടയേർഡ് കേണൽ സുരേഷ് ഡിന്നി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. മനാഫ്, എനിക്ക് തോന്നുന്നു മനാഫ് ഒരുപക്ഷെ ഏറ്റവും അധികം ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെട്ട മണിക്കൂറുകളായിരുന്നു കടന്നു പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മനാഫിനെ ചോദിച്ചതായിട്ട് ഞാൻ കേട്ടത്, ഈ ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്ന് ആര് പറഞ്ഞു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 2 ദിവസം ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു, അതിൻ്റെ എഞ്ചിൻ ഓണായി കിടന്നിരുന്നു. അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് നമ്മൾക്ക് അർജുൻ ജീവനോടെ ഉണ്ടാകാം, അർജുന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്, സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷ നൽകിയിരുന്നത്. മനാഫ്, ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ? ഒരുപാട് തെറ്റായ വാർത്തകളുണ്ട്. ഇതിൻ്റെ ഒന്നും സോഴ്സ് എവിടുന്നാന്നുള്ള അറിയില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നും. വണ്ടി നിർത്തി AC ഇട്ടിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ആ അപകടം നടക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മളും ചിന്തിക്കും ശരിയായിരിക്കും എന്നുള്ളത്. പക്ഷേ അതല്ലാതെ ചില ആളുകൾ 200 മീറ്റർ അടുത്തുനിന്ന് കണ്ട് അപകടം, അതൊക്കെ പറയണത് തെറ്റാണ്. ഗ്രാമവാസികൾ കണ്ടിക്കണ് അപകടം, ആ അപകടത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാനും കണ്ട്, അതൊക്കെ ഉള്ളത് ശരിയാണ്. ഇത് പിന്നെ ഉള്ളതൊക്കെ കുറേയൊക്കെ എന്താ പറയുക, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ കൂട്ടിച്ചേർക്കലുകളാണ് ഉള്ളത്. എനിക്കറിയില്ല മനാഫ്, എന്തിനാണ് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് അവതരിപ്പിക്കുന്നതെന്ന്. മനാഫ്, ഞാൻ ചോദിക്കുന്നത്, ഈ GPS സംവിധാനം കിട്ടുന്ന തരത്തിൽ ലോറി ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഓൺ ആവുകയും ഓഫ് ആക്കുകയും ചെയ്തിരുന്നു എന്ന വിവരം മനാഫിന് ഉറപ്പുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്? കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ നമ്മൾ റോഡിൻ്റെ അരികിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളത് ഭാരത് ബെൻസിൻ്റെ അവിടുന്ന് റണ്ണിങ്ങിലാണെന്ന് ഭാരത് ബെൻസാർ പറഞ്ഞെന്ന് ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ മൊബൈൽ ഓണായിട്ടുണ്ട് എന്നുള്ളത് അത് മാത്രം കൺഫേം ആയ കാര്യമാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു 2 ദിവസം, അത് കഴിഞ്ഞിട്ട് ഓണായി എന്നുള്ളത് അത് ശരിയാണ്. അത് വീട്ടുകാരും പറഞ്ഞല്ലോ. അവിടെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല മനാഫ്. പക്ഷെ ഈ ലോറി ഓണായി കിടന്നിരുന്നു എന്ന് ഭാരത് ബെൻസിലെ അധികൃതർ പറഞ്ഞു എന്നൊക്കെ, അത് എവിടെ നിന്ന് ഉത്ഭവിച്ച വിവരമാണെന്ന് ഒരു പിടിയുമില്ല. മനാഫിന് ഉറപ്പുണ്ടായിരുന്നു ലോറി അവിടെ ഓണായി കിടന്നിരുന്നു എന്ന്? മനാഫിന് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു? ഒന്നാമത് നമ്മളിപ്പോൾ ഇവിടുന്ന് അവിടെ സംഭവ സ്ഥലത്ത് പോവുകയാണെങ്കിൽ മൊബൈല് ജസ്റ്റ് നിർബന്ധമുള്ള കോളുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യാനുള്ള സമയമുള്ളൂ എൻ്റെ കയ്യിൽ. ബാക്കി സമയം ഒരുപാട് പണികളുണ്ട്, ഓടി നടക്കണം. അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. രാത്രി കുറച്ച് നേരം കിടന്നുറങ്ങുന്നുണ്ട്. ആ കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ പോലും അത്ഭുതപ്പെടുന്നത് ചില വാർത്തകൾ. ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ട് അർജുൻ ജീവനോടെ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു യൂട്യൂബ് ചാനലാണ്. ആരതൊക്കെ അഭിപ്രായങ്ങളാണ് അതിലെടുക്കുന്നത്, ഒരു എക്സ്പേർട്ടിൻ്റെ അഭിപ്രായമല്ല. 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷത്തോളം
വ്യൂസാണ് കിട്ടുന്നത് ആ യൂട്യൂബ് ചാനലിന്. ഞാൻ കുറ്റം പറയല്ല, ഒക്കെ ഓരോരുത്തർ ഇതാണ്. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ ഹെഡ്ലൈന് എന്താ അർജുൻ ജീവനോടെ ഉണ്ട് ഞാൻ പോലും കാണുമ്പോൾ എടുത്ത് പരിശോധിച്ചു എന്താപ്പത്. അങ്ങനെ കുറേ എന്താ പറയുക. അല്ല മനാഫ്, അത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഈ മണ്ണിടിച്ചിലിൽ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു, അതിനകത്തുള്ള ഇന്ധനമൊക്കെ ഉണ്ടായിരുന്നു, അത് കത്തിപ്പടർന്നു, പിന്നെ ഇലക്ട്രിസിറ്റി വൈദ്യുതി കമ്പി വീണ ആളുകൾക്ക് പൊള്ളലേറ്റു, ഇങ്ങനെ തുടങ്ങി കഥകൾ ഒരുപാട് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൽ ചിലരൊക്കെ കമന്റ് ചെയ്യുന്നത് ഈ ടാങ്കർ പൊട്ടിത്തെറിച്ച കാര്യം എന്താണ് പറയാത്തതെന്നാണ്. ടാങ്കറിലെ ഇന്ധന ചോർച്ചയൊക്കെ വാതക ചോർച്ചയൊക്കെ വളരെ സശ്രദ്ധം സൂക്ഷ്മമായി അടച്ചു വെച്ചിട്ടാണ് ഈ ടാങ്കർ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മനാഫ്, എനിക്ക് തോന്നുന്നു ഈ തെരച്ചിലിൽ വളരെ നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത് ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഭാരത് ബെൻസിൻ്റെ ലോറിയുടെ ആ ക്യാബിൻ്റെ പ്രത്യേകതകളൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നതും അങ്ങനെ ഉണ്ടെങ്കിൽ അർജുൻ ഒരുപക്ഷെ ഈ ദുരന്ത ഘട്ടത്തെ അതിജീവിച്ചേക്കുമെന്നൊക്കെ നമ്മളും കരുതിയത്. അപ്പോൾ മനാഫിനും അറിയില്ല അല്ലേ ഈ ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്ന ആദ്യം നമ്മളെ ഈ തിരച്ചിലിനൊക്കെ അതിൻ്റെ ദിശ നിർണ്ണയിച്ച ഈ വിവരം എവിടെ നിന്ന് വന്നു എന്ന് മനാഫിനും അറിയില്ല അല്ലേ? അല്ല, അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവിടെ നാട്ടിൽ ഒരു സംസാരമുണ്ട് ഈ ബ്ലാസ്റ്റ് ആയതിനെ പറ്റിയിട്ട്. അത് ബ്ലാസ്റ്റ് ആയത് ഫസ്റ്റ് കണ്ടെത്തിയ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അതല്ലാതെ വേറൊരു കണ്ടെയ്നർ ഉണ്ടെന്ന് പറയുന്നു. ഏത് ടാങ്കർ ലോറി. പക്ഷേ അതൊന്നുമല്ല വിഷയം. അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മളെ ഒരു 400 പീസ് മരം അതവിടെ പോയി. ആ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു കഷ്ണം, ഏത് കഷ്ണം കണ്ടാലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ മരം. പ്രത്യേകിച്ച് കർണാടക ഫോറസ്റ്റ് ഗവൺമെൻറ് ഡിപ്പോന്ന് എടുത്ത മരമാണ്. എല്ലാത്തിന്മേലും അതിൻ്റെ അടയാളം ഉണ്ടാവും മരത്തിൻ്റെത് ഏത് പീസാണ്. ചില ആളുകളൊക്കെ ചില ചാനലിൽ കണ്ട് തെങ്ങ് പുഴയിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്, തെങ്ങിൻ്റെ കഷ്ണം, അത് നമ്മളെ മരമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം കേരളത്തിൽ നിന്ന് വരുന്ന റെസ്ക്യൂ ആളുകൾ വേറെ ജോലിക്കൊന്നും ഓരോ വിടാത്തത് കൊണ്ട് ഒരു അടുത്ത ഗ്രാമങ്ങളിലൊക്കെ അന്വേഷിച്ചും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ ഭാഗത്ത് പോകുന്നുണ്ട്, എല്ലാ ഭാഗത്തും പോകുന്നുണ്ട്. ഇതുവരെ അത്ഭുതം ഒരു പീസ് പോലും കിട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരു പീസ്. ഞാൻ ഇവരെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത് കിട്ടിയ പീസ് കൊണ്ടുവരണം, പക്ഷെ ഇതുവരെ ഒരു പീസും കിട്ടില്ല. നാളെ അതെ 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 40 ടണ്ണ്. അതേമാതിരി ഓൾമോസ്റ്റ് എക്സാക്റ്റ് അല്ല, ഒരു 400 പീസെങ്കിലും മരം ഉണ്ടാവും. അത് ചെറിയ ചെറിയ പീസുകളാ. മനസ്സിലായി. അതാ അധികം പീസുകളൊന്നുമില്ല. ഹലോ, ഒരു പീസ് പോലും അവിടെ കാണില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ പല ആളുകളും മനാഫ്, പല ആളുകാരും ചോദിക്കുന്നു ഇപ്പൊ അർജുനെ കാണാതായതൊക്കെ ഈ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയാണോ എന്ന്. ഇപ്പൊ മനാഫിന് അറിയാമല്ലോ, മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ, നമ്മൾ അടക്കമുള്ളവർ ഇടപെട്ട ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മനാഫിന് അറിയാം. പക്ഷെ അപ്പോഴും മനാഫ്, ഞാൻ മനാഫിനോട് പറയുകയാണ്, അതായത് ഞങ്ങളുടെ പ്രതിനിധികളോട്, റിപ്പോർട്ടർമാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്വത്തോടു കൂടി വേണം അവിടെ നിന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. കാരണം ഏതെങ്കിലും തരത്തിലൊരു വെറുതെ ഒരു സെൻസേഷണലൈസ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിവരം കൊടുക്കരുത്, ആധികാരികമായിരിക്കണം, ഉറപ്പിക്കണം. അതല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ സംശയം എന്ന് പറയണം. ഇങ്ങനെ വേണം ഈ വിവരങ്ങൾ കൊടുക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടി എന്ന് ഞങ്ങൾ പല ആവർത്തി ഞങ്ങളുടെ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു കൃത്യതയോടുകൂടി ഞാൻ വീണ്ടും മനാഫിനോട് ചോദിക്കുന്നത്. ഇതുപോലെയുള്ള വിവരങ്ങൾ, ഇപ്പോൾ ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു, അത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ആദ്യത്തെ 2 ദിവസം നമ്മുടെ ചർച്ച മുഴുവൻ ലോറി ഓണായി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അർജുൻ സുരക്ഷിതനായി ഇരിക്കുന്നുണ്ടാകുമെന്നതാണ്. സത്യം പറഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിൽ അർജുൻ ഒന്നും സംഭവിക്കില്ല, അർജുനെ അതേപടി കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു മനുഷ്യരെന്ന നിലയിൽ. ഇപ്പോൾ മനാഫ് തന്നെ പറയുന്നു ഈ വിവരം തന്നെ എവിടുന്ന് വന്നുവെന്ന് അറിയില്ല എന്ന്. അതെ, ഞാൻ സാർ ചോദിച്ചതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ആൻസർ എന്താ അറിയോ? അഥവാ ഈ മാധ്യമങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് അർജുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ആരും അറിയില്ലേനും. ഒരു സാധാരണ മരിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളെ എല്ലാവരുടെ പ്രാർത്ഥന അതാണ്. ഇൻ കേസ്
ഓൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കാണുന്ന ഇന്ത്യ ലോകത്തുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല, ഇപ്പം കന്നഡക്കാരായിക്കോട്ടെ, ഈ ലോകത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത് ആ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തുടങ്ങി വെച്ച ഒരു ഇതാണ്. ഇതില്ലെങ്കിൽ ആരും അറിയപ്പെടാതെ മരണപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുന്. ഇന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഓന് ജീവനോടെ ഉണ്ടാവണമെന്നാണ്. ഇൻ കേസ് ഓൻ ജീവനോടാണെങ്കിലും ജീവനോടല്ലെങ്കിലും ഈ അർജുന് ഇന്ന് അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ഒരു മതസൗഹാർദ്ദവും കേരളത്തിലെ മൊത്തം അന്തരീക്ഷവും മാറ്റിയിട്ടാണ് പോകുന്നത്. അതിനെക്കാട്ടും വലിയൊരു സമ്മാനം എന്താണ് ഓൻക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഏറ്റവും നല്ല സമ്മാനമാണ് ഓൻക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത്. ഞാൻ കാണുന്നുണ്ട് ആയിരക്കണക്കിന് മെസ്സേജ് എൻ്റെ മൊബൈലിൽ വന്ന് കിടക്കുന്നത്. ഓരോരുത്തർ ചെറിയ മനുഷ്യന്മാർ പറയാണ്, ഒന്ന് മൊബൈലിൻ്റെ നമ്പർ തരും അർജുൻ്റെ, ജസ്റ്റ് ഒന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു കൊണ്ടിരിക്കുക, മനാഫ്ക നിങ്ങൾ അവിടെ പണിയെടുക്കുക, ആ നമ്പറിൽ റിങ് ചെയ്താൽ നമ്മൾ നിങ്ങളെ അറിയിക്കുക. ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങൾ ഓരോ മനുഷ്യന്മാർ ഓൻക്കും വേണ്ടിയിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതാവണോ? ഇതാണ് കേരളത്തിൽ വേണ്ടിയത്. ഞാൻ കഷ്ടപ്പെട്ടതും എൻ്റെ കൂടെ ഉള്ള എല്ലാവരും കഷ്ടപ്പെട്ടതും ഇതിനു വേണ്ടിയിട്ടാണ്. ശരി മനാഫ്, ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി അർജുനെ കുറിച്ചുള്ള വിവരം എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്നൊന്നും തീർത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം എത്തിയിരിക്കുന്നത്. ഞാൻ റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിന്നിയിലേക്ക് പോവുകയാണ്. ശ്രീ എസ് ഡിന്നി, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു മുൻ മേധാവിയെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട്, വ്യക്തമായ ഒന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ സൈന്യത്തെയും ദൗത്യ സംഘത്തെയും ഒക്കെ അങ്കലാപ്പിലാക്കുന്നതും അവരുടെ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയതും ഈ പ്രഥമ വിവരം എന്ന് പറയുന്ന കൃത്യതയുള്ള ഒരു വിവരം കിട്ടാത്തതാണ് എന്ന് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അദ്ദേഹം ഈ ചർച്ചയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കാൻ തയ്യാറായതുമില്ല. ആ ഒരു പ്രതിസന്ധിയാണോ യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയത്? തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ, ഞാനത് ഫസ്റ്റ് ഡേ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് 16-ാം തീയതി ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. 16-ാം തീയതി നടന്നു കഴിഞ്ഞ് 8:30 നടക്കുന്നു. പക്ഷേ ആ സമയം തൊട്ട് ഏകദേശം ഒരു 2 ദിവസം, ഒരു 18-ാം തീയതി വരെ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തില്ല എന്ന് തന്നെ നമുക്കത് പറയേണ്ടി വരും. അവർ ചെയ്തു, കുറേ കാര്യങ്ങൾ അവർ ചെയ്തു കാണും, ചെയ്തില്ല എന്നല്ല. പക്ഷേ എങ്ങനെയാണ് ഒരു SOP പ്രകാരം ചെയ്യേണ്ടുള്ളത് അത് അവിടെ അവർ ചെയ്തില്ല. അതിൻ്റെ എല്ലാം ഒരു ഭവിഷ്യത്വമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ശ്രീ ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്കഷൻ പോയിന്റ് പോലും അതിൻ്റെ ഒരു കാരണമാണ്. അതായത് ഇത്രയും ഈ സ്പെക്കുലേഷൻസ് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഇസ് ദ നോഡൽ ഏജൻസി, NDRFന്റെ ഏറ്റവും താഴെത്തട്ടിൽ ഡിസ്ട്രിക്ട് ലെവലിലാണ് വരേണ്ടുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വരും. എന്താണ് സംഭവിച്ചത് അവിടെ, എങ്ങനെയാണ് സംഭവിച്ചത്, എത്ര പേര് മിസ്സിംഗ് ആണ്, എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, എന്തൊക്കെ ആക്ഷൻസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും ഡേ 1 തൊട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തൊരു ഡേ 1 ഇതുവരെ ശ്രീ ഗോപികൃഷ്ണൻ ഒരു മീഡിയ ബ്രീഫിംഗ് പോലും നടന്നിട്ടില്ല. അതായത് ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഉത്തരാഖണ്ഡിന്റെ ടണൽ റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടിരുന്നു. അവിടെ കൃത്യമായിട്ട് ഒരു മീഡിയ ബ്രീഫിംഗ് എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ സയ്യദ് അറ്റ ഹസ്നൈൻ അദ്ദേഹമാണ് ഡെയിലി മീഡിയയ്ക്ക് ബ്രീഫിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഇതാണ്, ഇത് ടാസ്ക്, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മുടെ ടാസ്ക്, ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓപ്പറേഷൻ ഇന്ന ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് നമ്മൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളായിരുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറ്റിയില്ല, പറ്റാത്ത കാരണം ഇന്ന കാരണമാണ്. ഇങ്ങനെ ഒരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാങ്കർ ബ്ലാസ്റ്റ് ആയി, ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണു, അല്ലെങ്കിൽ GPS കിട്ടി, അല്ലെങ്കിൽ ആ ട്രക്ക് ഓൺ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഫോൺ റിങ് ചെയ്തു, ആ റിങ് ചെയ്ത ലാസ്റ്റ് കോൾ എപ്പോഴാണ് പോയത്, ഇതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ അവിടെ നമ്മുടെ എല്ലാ റിപ്പോർട്ടേഴ്സും ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്തു. ഇത് കൂടാതെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു പീരീഡ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം ആളുകൾ, അത് ചിലത് ശ്രീ മുനാഫ് പറഞ്ഞ പോലെ വളരെ സദുദ്ദേശത്തോടെ ചെയ്യുന്നവർ കാണും, പക്ഷെ ധാരാളം ആളുകൾ
അത് ഒരു എന്താ പറഞ്ഞ ഒരു ആഘോഷമാക്കി മാറ്റാനും കുറച്ച് ലൈക്സ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരതിനെ അവരുടെ രീതിയിലേക്ക് അത് വഴിതെറ്റു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആ വീട്ടുകാരെയാണ്. ഇന്ന് ആ വീട്ടുകാരുടെ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പീരീഡിൽ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ എന്താണ് സംഭവിക്കാന്ന് അറിയാത്ത വരുമ്പം അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ അവർക്ക് അറിയാൻ എന്താ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തുള്ള റിയാക്ഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇപ്പം നോക്കൂ, ഇന്ന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇന്ന് നേവൽ PRO ലഫ്റ്റനന്റ് കമാൻഡർ എനിക്കൊന്ന് പിള്ളെ അദ്ദേഹം വന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് പറഞ്ഞു. അതായത് 16-ാം തീയതി ഈ ഇൻസിഡന്റ് നടക്കുന്നു. 16-ാം തീയതി ഇൻസിഡന്റ് നടന്ന് 17-ാം തീയതി നേവിയെ വിളിച്ച് പറയുന്നു, നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഓയിൽ കണ്ടെയ്നർ BPSCLന്റെ ഓയിൽ കണ്ടെയ്നർ മിസ്സിംഗ് ആണ്, ആ ഓയിൽ കണ്ടെയ്നർ റിട്രീവ് തരണം. ഇതാണ് അവർ പറഞ്ഞത്. അപ്പൊ 17-ാം തീയതി അവർ തന്നെ നേവി എത്തുന്നു. അവർ തന്നെ പറയുന്ന ഭാഗ്യവശാൽ ആ ഓയിൽ കണ്ടെയ്നറിന്റെ ആ സിലിണ്ടർ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലീക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇവര് പോയി അതിനെ ലീക്കൊക്കെ അടച്ച് അതിനെ കരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അവരത് കഴിഞ്ഞു, അവർ പോയി. ഇങ്ങനെ വന്നിട്ട് 19-ാം തീയതി നമ്മളെല്ലാം കൂടെ പ്രഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ആ ഒരു 18-ാം തീയതി പ്രഷറൊക്കെ വന്നപ്പോഴത്തേക്ക് 19-ാം തീയതി വീണ്ടും നേവിയെ വിളിച്ചു. വീണ്ടും നേവിയെ വിളിച്ചത് 19-ാം തീയതി പറയുകയാണ്, ഇനി ഇവിടെ അർജുന്റെ ട്രക്ക് ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക എന്ന്. അപ്പൊ എന്താ സംഭവിച്ചത്? അവർ വന്ന് ആദ്യം ചെയ്ത ടാസ്കിന്റെ ഭാഗമായിട്ട് ഈ കണ്ടെയ്നറിന്റെ ആ എഞ്ചിൻ ഭാഗം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞ് ഇവിടെ അതൊന്നും കണ്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ ആദ്യം കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും എന്താ വിചാരിച്ചത്? അർജുന്റെ ടാങ്ക് അല്ല അർജുന്റെ ലോറി ട്രക്ക് ഈ പുഴയിലൊന്നും ഇല്ലാന്ന് നേവി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് അതങ്ങ് പോയി. അപ്പൊ ഇതാണ് ഈ ഒരു ഇൻഫർമേഷന്റെ ഒരു പ്രോബ്ലം വരുന്നത്. അതായത് ഇപ്പം ആർമിയുടെ തന്നെ കാര്യം പറഞ്ഞു. ആർമിയെ ആളുകൾ പറഞ്ഞു എന്തോ അവരിവിടെ വന്ന് ഒന്നും ചെയ്തില്ല എന്ന്. ആർമിയെ എന്തിനു വേണ്ടിയാ വിളിച്ചെന്നുള്ളത് ആരെങ്കിലും ബ്രീഫ് ചെയ്തോ? ആ ആർമിയെ ഇപ്പം ഇൻഫൻട്രി ബറ്റാലിയനാണ് ബൽഗാമിൽ നിന്ന് വന്നത്. അവരെടുത്ത് പറഞ്ഞത് 3 മിസ്സിംഗ് ബോഡിയെ കണ്ടെത്തണമെന്നാണ്. അപ്പൊ ഈ 3 മിസ്സിംഗ് ബോഡി കണ്ടെത്താൻ അവർ 40 അംഗ സംഘമാണ് വന്നത്. അവർക്ക് മൈൻഡ് ഡിറ്റക്ടർ പോലത്തെ സാധനം വെച്ച് നോക്കാനുള്ള അത് വെച്ചിട്ടാണ് അവർ വന്നത്. അവരവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് അങ്ങനൊന്നും അല്ല, ഇത് വലിയ കൂമ്പാരവും ആ ബോഡി ഒരു മനുഷ്യൻ ഒരു ട്രക്കിന്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്നുള്ളത്. അപ്പൊ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ ആവശ്യം വന്നു. അത് ഇന്നലെ വന്നപ്പോൾ കരയിൽ മൊത്തം അത് സെർച്ച് നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ പാസിംഗ്, അതായത് SOPയുടെ ഭാഗമായിട്ട് നിത്യവും കറക്റ്റ് ആയിട്ടുള്ള ടൈംലി ബ്രീഫിംഗ് ചെയ്യാത്തതിന്റെ ഒരു വലിയൊരു പോരായ്മയാണ് ഈ കംപ്ലീറ്റ്. അതിനോടൊപ്പം മിസ് ഇൻഫർമേഷൻ കൂടി ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ തുടക്കത്തിൽ അവർക്ക് വന്ന വീഴ്ചകളെ പറ്റി താങ്കൾ പറഞ്ഞു. അത് ശരിയാണ്. അതിനെ തുടർന്നാണ് മാധ്യമങ്ങളൊക്കെ ഈ വിവരം വലിയ രീതിയിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തുടക്കം മുതൽ എടുത്ത പൊസിഷൻ, അതായത് അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടുത്തെ MLA ഒക്കെ പറഞ്ഞത് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി കരയിൽ, അതായത് ഈ റോഡിനോട് ചേർന്ന് ഈ ലോറി നിൽക്കാനുള്ള സാധ്യത ഇല്ല, അത് വളരെ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ലോറിയുടെ GPS സംവിധാനമുണ്ട്, അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ലോറി ഓണായി കിടന്നിരുന്നു, സ്റ്റാർട്ടായി കിടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ എൻജിനെ കുറിച്ചും അതിൻ്റെ ബോഡിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പരിശോധിച്ചു. അതുകൊണ്ട് അർജുൻ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, റിപ്പീറ്റഡ്ലി നമ്മളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ മനാഫ് തന്നെ പറയുന്നു ആ വിവരം എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. ആരാണ് പറഞ്ഞത് ലോറി ഓണായി കിടന്നിരുന്നു എന്ന്? ഭാരത് ബെൻസ് പറഞ്ഞതായിട്ട് ആര് പറഞ്ഞു? ആര് റിപ്പോർട്ട് ചെയ്തു? വി ഡോണ്ട് ഹാവ് എൻ ഐഡിയ. അപ്പം നമ്മൾ തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദൗത്യ സംഘത്തിൻ്റെ തുടക്കം മുതലുള്ള ഇടപെടലിനെ വഴിതെറ്റിച്ചു എന്നാണ് ഞാൻ പേടിക്കുന്നത്. അതൊരു പരിധി വരെ ശരി തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ. അതായത് നമ്മൾ പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒരു സിസ്റ്റം അവർ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് കൊണ്ടുവന്നത്. സാധാരണ രീതിയിൽ ഇതുപോലത്തെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പം അവിടെ ഒരു ലീഡർഷിപ്പ് റോളിൽ ഒരാൾ കാണും, ഒരു സിസ്റ്റം ഉണ്ട്, അതൊരു ടീം കാണും, അത് പല പല ഏജൻസീസ് വരും, നേവി, ആർമി, NDRF, ലോക്കൽ പോലീസ്, ഇതെല്ലാം ഒരു ടീമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് അവരെ ചെയ്യത്തില്ല. കാരണം അവരുടെ രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ സിസ്റ്റം ആദ്യത്തെ 2 ദിവസം പ്രവർത്തിക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുത്ത പ്രഷർ കാരണം അവർ പ്രവർത്തിച്ചു തുടങ്ങിയതും കൊണ്ട് ഈ മിസ്ഇൻഫോർമേഷനും അവർ അതിന്റെ ഒരു വിക്ടിമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് എന്ത് പറ്റി, ഇപ്പൊ ഇന്നലെ വൈകിട്ട് വരെ കരയിന്റെ ബേസിൽ തന്നെയാണ് അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല എവിടാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ല പോയത്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ആ മിനിസ്റ്റർ വരെ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞു കരയിൽ നോക്കൂ, ഞങ്ങൾ കരയിൽ വിട്ടു, നിങ്ങൾ പറഞ്ഞു ആർമിയെ വിളിക്കൂ, ഞങ്ങൾ ആർമിയെ വിളിച്ചു.
അപ്പം ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നു ഇങ്ങനെയില്ല, ഇങ്ങനല്ല ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുള്ളത്. അതായത് ആ ടീം, അവരുടെ ടീമിൻ്റെ അതിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളുണ്ട്, അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരാണ് തീരുമാനം എടുക്കേണ്ടുള്ളത്. അതിനി ഫസ്റ്റ് കരയിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് പുഴയിലാണ്, അവർ തീരുമാനം എടുത്തിട്ട് അവർ മുന്നോട്ട് പോകുക. വെളിയിൽ നിന്നുള്ള ഇൻപുട്സ് അവർക്ക് സ്വീകരിക്കാം, ആ സ്വീകരിച്ച് അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് സ്വീകരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകാം. ഇവിടെ നടന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ പ്രഷർ പുറത്തുനിന്ന് വന്നു, പ്രത്യേകിച്ച് മീഡിയ പ്രഷറും മറ്റ് സോഷ്യൽ മീഡിയ പ്രഷർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ബേസിലാണ് അവർ ആ ഓപ്പറേഷൻ അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ഭാഗത്തേക്ക് നടന്നത്. ഇപ്പം ഒരുവിധം എനിക്ക് തോന്നുന്നു അത് റൈറ്റ് പാത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസങ്ങൾ, ഏറ്റവും വിലപ്പെട്ട 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ എസ് ഡിന്നി ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ ഈ പരിശോധനകൾ പോകുന്നുവെന്ന് നമ്മൾ പറയുന്നത്. എന്റെ സംശയം, ഇപ്പോൾ മനാഫ് ഇത്ര വാനോളം പുകഴ്ത്തി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകൾ ഒക്കെ വളരെയധികം നന്ദി. പക്ഷേ അതേസമയം തന്നെ ചില തെറ്റായ വിവരങ്ങളാൽ നമ്മൾ അതിൽ ക്യാരിഡ് അവേ ആയോ, ചില മാധ്യമങ്ങളെങ്കിലും അതിനെ വലിയ രീതിയിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി പിന്നിൽ നിന്ന് കുത്തും ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അത് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നുണ്ട്. ചില റിപ്പോർട്ടേഴ്സ് ആയാലും ചില മാധ്യമങ്ങളായാലും അതിനെ പ്ലേ അപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് ബേസിക്കലി നമ്മുടെ ഒരു കേരളത്തിലെ എല്ലാ സാധാരണക്കാരെ മനസ്സിനെ കീഴടക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഇമോഷൻസ് വെച്ച് കളിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രഷർ അത് പബ്ലിക് ഒപ്പീനിയൻ മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് മാറി, അത് പൊളിറ്റിക്കൽ പ്രഷറാക്കി ആ ദൗത്യസേനയെ അത് എഫക്റ്റ് ചെയ്തു. അത് കാരണമാണ് ഈ ഒരു 8 ദിവസം നമ്മൾ പറയത്തില്ല, കാരണം 2 ദിവസം അവർ ഫസ്റ്റ് 2 ഡേയ്സ് അവരൊന്നും പ്രവർത്തിച്ചില്ലായിരുന്നു. 18-ാം തീയതി തൊട്ടാണ് മീഡിയ അവിടെ പ്രവർത്തിച്ച്, 19th തൊട്ടാണ് 19-ാം തീയതി തൊട്ടാണ് ആക്ച്വലി ഈ മാക്സിമം മീഡിയ ഈ ഒരു അറ്റൻഷൻ അവിടെ വരികയും 19 തൊട്ട് ഇപ്പോൾ ഒരു 4 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2-3 ക്രൂഷ്യൽ ഡേയ്സ് നമ്മൾ നഷ്ടപ്പെടുത്തി തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി, നമ്മൾക്ക് നാട്ടുകാരനായ അർജുൻ്റെ നാട്ടുകാരിൽ ഒരാളായ ശ്രീ കെ രവി നമ്മളോടൊപ്പമുണ്ട്. രവിയേട്ടാ, ഈ അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇനി എപ്പോൾ കിട്ടും എന്ന കാര്യത്തിൽ നമുക്കൊക്കെയും ആശങ്കയുണ്ട്. നാട്ടുകാരൊക്കെ ഒരു സമയത്ത് ഇതിൽ വേണ്ട രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നില്ല എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം ഒക്കെ കുറ്റപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയുന്നത് ഇതുപോലെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ്. ഇപ്പോൾ ഈ 8-ാം ദിവസവും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ നാട്ടുകാരെല്ലാം ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പിന്നീടുള്ള അവസരങ്ങളിൽ നേരായ ദിശയിൽ ഇപ്പം തെരച്ചിൽ അല്ലെങ്കിൽ ഈ റെസ്ക്യൂ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ദിശയിലേക്ക് വരാൻ ഉണ്ടായ കാരണം നമ്മൾ അതിൻ്റെ വീഴ്ചകൾ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളാണെങ്കിൽ അങ്ങനെ പറയാം, ആ ഇത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം നേരായ ദിശയിലേക്ക് വരുന്നത്. പക്ഷേ നമുക്കിപ്പം ദൗർഭാഗ്യകരമായി പറയുകയാണെങ്കിൽ പ്രതികൂല കാലാവസ്ഥ അവിടെ ഗംഗാവലി പുഴയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് നിർബന്ധിച്ച് ഇന്ന ഡേ ആൻഡ് നൈറ്റ് ചെയ്യണം എന്നൊന്നും പറയാൻ കഴിയില്ല. അവരുടെ ഈ രക്ഷാദൗത്യം നടക്കുന്ന ആൾക്കാരുടെയും കൂടെ സേഫ്റ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ ഈ അർജുൻ്റെ ട്രക്കും അർജുനെയും കണ്ടെത്തുന്നവരെ നമ്മൾ ഈ ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകുക വേണം. കാരണം നമുക്കിതിന് എപ്പോൾ കിട്ടും അല്ലെങ്കിൽ എന്ന് കിട്ടും എന്നുള്ളതായാൽ പോലും നമുക്കത് കിട്ടിയേ പറ്റൂ. കാരണം നമ്മളുടെ ഒരു സഹോദരനാണത്. അതിനുവേണ്ടി ഈ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അവന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതും അവന് വേണ്ടി കേഴുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്നിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം ഒന്നിച്ചൊന്നായി നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിന് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ട എല്ലാ പ്രയാസങ്ങൾ നേരിടുന്നതിനുള്ള ഉപകരണങ്ങളോ മറ്റുള്ളതോ എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആർമിയുടെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും മോശമായി കാണാൻ പറ്റില്ല. അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉദ്യമം വിജയത്തോടു കൂടി തന്നെ പര്യവസാനിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ആദ്യം
സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഇപ്പോൾ പ്രാവർത്തികമായി വരുന്നുണ്ട്. അവിടെ പിന്നെ ബൂം ലെങ്ത്തുള്ള പിന്നെ പൊക്ലൈൻ, അതേപോലെ തന്നെ കാറ്റർപില്ലർ, അങ്ങനെയുള്ള സാധനങ്ങളും റഡാറുകളും എല്ലാം വന്നു കഴിഞ്ഞ് ടഗ് വന്നിട്ട് അല്ലെങ്കിൽ ടഗ് വെച്ച് നദിയിൽ പരിശോധിക്കാനും എല്ലാം കഴിയാവുന്ന സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കരയിലും നദിയിലും ഗംഗാവാലി പുഴയിലും ഒരേ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടത്തണം, അവിടെ തെരച്ചിൽ ഒരേ സമയത്ത് തന്നെ നടത്തണം എന്നുള്ളതാണ്. കാരണം നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമയം പോയി പോവുകയാണ്. കാരണം ഒരു 2 ദിവസം നമുക്കല്ലാതെ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും പ്രത്യാശയോടുകൂടി കാത്തു നിൽക്കുന്നത് കിട്ടും, അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടിയും കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നമുക്ക് നൽകുന്ന പ്രചോദനം അത്രത്തോളം ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കാരണം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ശരി, അവിടെയുള്ള പിന്നെ വണ്ടീനെ സംബന്ധിച്ചുള്ള ആൾക്കാരായാലും ശരി, അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ വന്നുള്ള ആൾക്കാരായാലും ശരി, ഒറ്റ മനസ്സോടെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ രക്ഷാദൗത്യത്തിലെ കോർഡിനേഷൻ എത്രത്തോളം വിജയകരമാണ് എന്നുള്ളത് ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഓരോ ദിവസം ഉണ്ടാകുന്ന രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ വിലയിരുത്തി അതിനുശേഷം വരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നടത്താൻ എങ്ങനെ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ആ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ്. കാരണം രക്ഷാദൗത്യത്തിൽ ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് രവിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച ശ്രീ എസ് ഡിന്നി പറഞ്ഞത് ഇതിന്റെ ഒരു ഏകോപന ചുമതല ആരാണ് നിർവഹിച്ചത്, എന്തിനായിരുന്നു ഈ ദൗത്യ സംഘത്തെ വിളിച്ചത്, അവരെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അറിയിപ്പോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു വലിയ ഭാഗം അങ്ങനെ ഒരു മറവിൽ നിന്ന് പോയി എന്ന ഒരു പ്രശ്നം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഏതായാലും നമുക്കിതൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. മനാഫ് നമ്മളോടൊപ്പം ഉണ്ട്, ലോറി ഉടമ. മനാഫ്, ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ലാത്തൊരു വിവരം മനാഫിന് അറിയാമല്ലോ. ആ സമയത്ത് സാധാരണ നിലയിൽ, അതായത് ചൊവ്വാഴ്ച രാവിലെ ഈ ദുരന്തമുണ്ടാകുമ്പോൾ പതിവ് പോലെ തന്നെ അവിടെ ഒരുപാട് ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ടാകണം. കാരണം അവിടെ ആളുകൾ വിശ്രമിക്കുകയും കുളിക്കാൻ വേണ്ടി ഗംഗാവാലി നദിയിലേക്ക് പോവുകയും കിടന്നുറങ്ങുകയും ചായ കുടിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടി വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരിടമാണിവിടെ. അപ്പോൾ ആ ദിവസം എത്ര ലോറി ഈ ദേശീയപാതയുടെ ഓരത്തുണ്ടായിരുന്നു എന്നതിൻ്റെ കണക്കില്ല, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കണക്കില്ല. അപ്പോൾ വളരെ വലിയ അനുമാനങ്ങളിലാണ് നമ്മൾ ഈ എല്ലാ പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അർജുൻ്റെ ലോറി അവിടെ ഉണ്ടായിരുന്നു, GPS അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എത്ര ലോറികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോൾ അങ്ങനെ അവ്യക്തതയിലാണ് മുഴുവൻ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ മനാഫ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തതയാകുന്നുണ്ടോ മനാഫിന് ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരച്ചിൽ ഇനിയിപ്പോൾ ഗംഗാവാലിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ? നമ്മളെ ലോറി അഥവാ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്ര വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിലും എല്ലാ വണ്ടിയും പുഴയിലേക്കും ഉണ്ടാവുക. നമ്മളിത് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ 40 ടണ്ണ് അവിടെ നിർത്തിയിട്ട എല്ലാ വണ്ടീനെക്കാട്ടിയും വെയിറ്റ് നമ്മളെ വണ്ടിക്ക് ആയിരിക്കും, ടാങ്കറിനെക്കാട്ടിയും വെയിറ്റ് നമ്മളെ വണ്ടിക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി പോലും ആ പരിസരത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒലിച്ചു പോയിട്ട് അങ്ങോട്ട് പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. പുഴയല്ലാതെ പുഴൻ്റെ റോഡിൻ്റെ ഇടയിൽ സ്ഥലമുണ്ട്, അവിടെ മണ്ണെടുത്തും കൊണ്ട് നിൽക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടൊന്നുമില്ല. ആ മണ്ണ് പൂർണ്ണമായിട്ട് കല്ലുണ്ട്. കാരണം നമ്മൾ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരിക്കണം ഇവരോട്, ഈ ഭാഗത്ത് ഇടത്തെ ഭാഗത്തുള്ള മണ്ണ് വലത്തെ ഭാഗത്തേക്ക് ഇടരുത്, നിങ്ങൾ അവിടുന്ന് കൊണ്ടുപോകണം. പക്ഷെ ഇവരൊന്നും കേട്ടില്ല. നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്തല്ല നിങ്ങൾ GPS കാണിച്ചത്, അങ്ങനെയാണെങ്കിൽ അത് നോക്കിയാൽ മതി പറഞ്ഞിട്ട് എടുത്ത്. അപ്പം ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട്, പാരലായിട്ട് 2 ഭാഗത്തും നിങ്ങൾ നോക്കണം. ഇടത്തെ ഭാഗത്തും ശരിയാണ്, നമ്മൾ പുഴ അധികം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന് കാരണം പുഴയിൽ നമ്മൾ ആ പരിസരത്തൊന്നും നമ്മൾ മരം കാണുന്നില്ല.
മരം എങ്ങനെ എന്തായാലും ഒഴുകും. ഞാൻ സ്വന്തം പോയിട്ട് കടലിൻ്റെ അവിടെ വരെ പോയി നോക്കിയിട്ടുണ്ട്. ആ ഭാഗത്തൊന്നും ഒരു മരം പോലില്ല. എനിക്ക് തോന്നുന്നു മനാഫ് അത്ഭുതം ആണ് തോന്നുന്നു. അതിൽ കാരണം ഉറപ്പിച്ചു എന്താ പറഞ്ഞത് ചെറിയ ലോറി അധികം ഭയ- ഈ മണ്ണിനടിയിൽ റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടാകുമെന്നല്ലേ? അല്ല, ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം 2 ഭാഗം റോഡിൻ്റെ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇടത്തെ ഭാഗത്തിന്. പക്ഷേ പാരലായിട്ട് 2 ഭാഗവും പണിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറേ ഉണ്ട്. ഒരു പ്രോപ്പർ നേതൃത്വം അവിടെ ഇല്ലേനും ആ സമയത്ത്. ആരോടാണ് ഈ കാര്യങ്ങൾ പോയി സംസാരിക്കേണ്ടത്? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചില ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുമ്പോൾ ഇന്നോ പറയണ്ട, അവിടെ പോയി പറയും. അപ്പോൾ അവിടെ പോയി പറയും അത് നമ്മളെ പണിയില്ല, അത് ഇവിടെ പറയും. ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ടായിനും. ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളില്ലേനും നമ്മളെ ആവശ്യങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഭാഗങ്ങളൊക്കെ ഒരിപ്പം പരിശോധിക്കുന്നത് കുറച്ച് മുന്നേ ആവാമായിരുന്നു. ഇതിൽ തന്നെ വലിയ വലിയ പാറകളുണ്ട്. അതായത് ഈ ലോറിൻ്റെ അത്ര വലിപ്പമുള്ള പാറകൾ വരെ അവിടെ ഉണ്ട്, വന്നിക്കണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർക്ക് പരാതി ഉണ്ട്, പല എക്സ്പ്ലോസീവ് ആയിക്കണ്, മറ്റ് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി തീർത്തു കൊടുക്കേണ്ടത് അത്രയും വിദഗ്ധരായ ഏതെങ്കിലും അന്വേഷണ വിഭാഗത്തിനെ ഏൽപ്പിക്കണം എന്തൊക്കെ സംഭവിച്ചെന്ന്. എന്തായാലും ഇത് അർജുൻ്റെ വീട്ടുകാർക്കും ഞമ്മക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാനുള്ള അവകാശമുണ്ട് എന്ത് സംഭവിച്ചെന്ന്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് പറഞ്ഞ മാതിരി എൻ്റെ അത് ലോറിയാണ്, അല്ലാതെ കപ്പലല്ല, കടലിലൊന്നല്ല ഞാൻ കപ്പലിറക്കിയതല്ല. ഈ കടലിലൊക്കെയാണ് പോയതെങ്കിൽ ഓക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ചെറിയൊരു ഏരിയ മണ്ണിടിഞ്ഞതാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ലോറി ആ മരത്തോട് കൂടിയിട്ട് എവിടെ പോയി? എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അത് നമുക്ക് അത് കണ്ടെത്തിയ ഉത്തരം കിട്ടണമല്ലോ, ആളെ കിട്ടണം, ഉത്തരം കിട്ടണം. കുറേ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും വിഷമിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറേ ന്യൂസ് ചാനലിലും മറ്റുള്ള കമൻസും ഓരോരുത്തർക്ക് എതിരായിട്ട് ഇങ്ങനെ പറയരുത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വണ്ടിയും മരവും ഒന്നും ഒരു പ്രശ്നമല്ല. ഇതിൻ്റെ കുറച്ച് മുന്നേ, മാസങ്ങൾ മുന്നേ അവിടുന്ന് ഇവിടുന്ന് ഇതിപ്പോൾ കുംട്ട ഏരിയയാണ്, ഇത് അങ്കോല കുംട്ട ഉടുപ്പിയിൽ വെച്ചിട്ട് എൻ്റെ ലോറി മരമായിട്ട് വരുമ്പോൾ ഫുൾ ലോറി നിന്ന് കത്തി. നമ്മളെ ഡ്രൈവർ ചൂടായ ടയറുമേലേക്ക് വെള്ളം ഒഴിച്ചത് അത് തീയായി പടർന്നുപോയി. ഫുൾ ലോറി കത്തി. എനിക്ക് ഇൻഷുറൻസ് ചെറിയ പൈസ കിട്ടിയിട്ടുള്ളൂ, മരത്തിന് തീരെ പൈസ കിട്ടൂല. കാരണം അത് വേറെ ഇൻഷുർ ചെയ്യണം. ഞാനത് പോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ആള് പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആള് പോകരുത്. എനിക്ക് ഇത്ര വൈകാരികത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അടുത്ത് സംസാരിക്കുന്ന ആളുകളാണ്. ഓൻ്റെ ഭാവി പദ്ധതി എന്താണ്, ഓൻ എന്തൊക്കെ ചെയ്ത് A to Z എനിക്കറിയാം. എന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ അനിയൻക്കറിയാം. 4 മണി വരെ എൻ്റെ അനിയന് 4 മണി 3 മണി ടൈം വരെ ആ ദിവസം പോലും സംസാരിച്ചിക്കണ് മുബീന്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി ബന്ധം എന്താന്ന്. ഇട്ടേച്ച് പോരാൻ തോന്നൂല. അതന്നെ മനാഫ്, അതറിയാമല്ലോ. കാരണം ഇതിപ്പോൾ ഇവിടെ ഇത്രയും വലിയ തിരച്ചിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, സേനയടക്കമുള്ള സംഘം എത്തി ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ മനാഫാണ്. മനാഫ് ഇതിനു വേണ്ടി നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടുപ്പവും ആഴവും ഒന്നും മനാഫ് പറയേണ്ട കാര്യമേ ഇല്ല, അതെല്ലാവർക്കും അറിയാം. അല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ചില സ്ഥലത്ത് അവൻ്റെ അമ്മ എന്തിന് കരഞ്ഞില്ല, സങ്കടമില്ലേ, ഭാര്യയ്ക്ക് എന്താ സങ്കടമില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാനേ പാടില്ല. ഇത് പറയാതെക്കാൻ നിവാരമല്ല, ചോദിക്കണം ശരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിച്ച് നിൽക്കുന്നുണ്ട്, അതൊരു വിശ്വാസമാണ്. ഇതേ അവസ്ഥ മറ്റുള്ളവർക്ക് വന്നാൽ അറിയും. എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ഉള്ള ഒരാൾ ഒരു അന്യ സ്റ്റേറ്റിൽ പോയിട്ട് അപകടത്തിൽ പെട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറിയ വയസ്സുള്ളൂ, മീൻസ് അത്ര വലിയ ആളൊന്നല്ല, എന്നാലും ഞാൻ കണ്ടതിൽ കേരളത്തിൽ നിന്ന് പട കണക്കിൽ എത്ര ആളാണ് വന്ന് നിൽക്കണത്. അത് വലിയ ധൈര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു മലയാളി, ഞാൻ പല സ്ഥലത്തും പോണതാണ്, ഇനി നമ്മളെപ്പോലത്തെ മലയാളികൾ പോകുമ്പോൾ ഉള്ളിലൊരു ധൈര്യമാണ്. കാരണം ഞാൻ പോയിട്ട് എനിക്ക് എന്തേ പറ്റിയാൽ ഒരു 1000, 10,000 ലക്ഷക്കണക്കിന് മലയാളികളും ആളുകളും ഇന്നെ രക്ഷപ്പെടുത്താൻ വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. അതൊക്കെ ഈ അർജുനെ കൊണ്ട് വന്ന കാര്യമാണല്ലോ. അർജുൻ ചെയ്തതാണ്. അർജുൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക. ഒരു ആവശ്യമില്ല ഇങ്ങനത്തെ ഓരോ കമൻറ്റിന്. ശരിയാണ് മനാഫ്. കേണൽ എസ് ഡിനി, റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിനി, ഇതിനകത്ത് ഇപ്പോൾ മനാഫ് പറഞ്ഞൊരു കാര്യം, അതായത് ഒരു മലയാളി അപകടത്തിൽപ്പെടുമ്പോൾ ഒരു നാട് ഒന്നാകെ ഇതിൻ്റെ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അത് നമ്മൾ വൈകാരികമായി നോക്കിക്കഴിഞ്ഞാൽ അത് തരുന്ന ഊർജ്ജവും വിശ്വാസവും ഒക്കെ വളരെ വലുതാണ്, ധൈര്യമൊക്കെ വളരെ വലുതാണ്. മനാഫ് പറഞ്ഞത് ശരിയുമാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ദൗത്യ സംഘത്തിൻ്റെ ഇടപെടലുമായി തട്ടിച്ച് നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് സാങ്കേതികമായി നോക്കുമ്പോൾ, നിയമപരമായി നോക്കുമ്പോൾ, അതിൻ്റെ ചട്ടക്കൂടിനകത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് അവിടെ നടക്കാൻ പോയത്. ഇവിടെ നിന്നൊരു വലിയ സംഘം ഈ ഏത് തരത്തിലുള്ള രക്ഷാദൗത്യത്തിനും തയ്യാറായി അവിടെ എത്തി. സാധാരണ നിലയിൽ ഒരു സൈനിക സംഘം ഇത്തരം ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ സഹായ സഹകരണത്തോടു കൂടിയാണോ അത് നടക്കാറുള്ളത്? ഇപ്പോൾ മനാഫ് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഇവിടെ കുഴിക്കരുത്, ഇവിടുന്ന് മണ്ണ് ഇപ്പുറത്തേക്ക് മാറ്റിയിടണം എന്ന് പറഞ്ഞപ്പോൾ അത് ദൗത്യ സംഘം കേട്ടില്ല. പലപ്പോഴും ഇവിടുന്ന് പോയ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വെളിച്ചം എത്തിച്ചേരും, ഞങ്ങൾ രാത്രി മുഴുവൻ നിന്ന് ഈ മണ്ണ് ഇവിടുന്ന് മാറ്റിത്തരാം എന്നൊക്കെയാണ്. അങ്ങനെയാണോ? അതോ അവരുടെ ഒരു പ്രോട്ടോക്കോളും അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയും ഒക്കെ മറ്റൊരു തരത്തിലാണോ? അവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയോ? ശ്രീ ഗോപികൃഷ്ണൻ, നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയോണ്ട് ഇത്രയും പേര് അവിടെ എത്തുകയും അല്ലെങ്കിൽ ഈ ഒരു മാസ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇമോഷൻ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതേപോലെ ആയിരിക്കത്തില്ല. കാരണം ഇപ്പോൾ ഇവിടെ റോഡ് ഹെഡ് ആയിരുന്നു, അല്ലെങ്കിൽ വണ്ടികളെല്ലാം പോകാൻ പറ്റി. പക്ഷെ പലപ്പോഴും ഇതുപോലത്തെ ഈ ആപത്ത് വരുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഏരിയയിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആർക്കും വരാൻ സാധിക്കത്തില്ല. ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നമ്മളിതിനെ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ ലോക്കൽ ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അവർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള ടീം അവിടെ എത്തുക. അതാണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ ഈ ടീം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ടീമിന്റെ ആണ് എല്ലാ ഉത്തരവാദിത്വം. കാരണം അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആളുകൾ. അവർക്കാണ് അതിൻ്റെ എക്യുപ്മെന്റിനെ കുറിച്ച് അറിവും, അവർക്കാണ് ഇതിന് മുൻപ് ഇതേ കാര്യങ്ങൾ നേരത്തെയും പല പ്രാവശ്യം ചിലപ്പോൾ കണ്ടിട്ടുള്ളവരാവാം, ചിലപ്പോഴല്ല മിക്കവാറും അവർ കണ്ടിട്ടുള്ളതാവാം. ആ ലോക്കൽസിനെ സംബന്ധിച്ചുള്ള അവർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവരിലുള്ളത് ആകെ ഉള്ളത് അവരുടെ ധൈര്യം മാത്രമായിരിക്കും. ധൈര്യവും ആ ഒരു വിശ്വാസം മാത്രമായിരിക്കും ഈ ആളുകളിൽ, ഈ സാധാരണക്കാർ ആളുകളുള്ളത്. മറ്റവരങ്ങനല്ല. മറ്റവർക്ക് ധൈര്യമുണ്ട്, അവർക്ക് ചെയ്യാനുള്ള കഴിവുമുണ്ട്, അതിനുള്ള ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇടപെട്ട് പിന്നീട് എന്താ ചെയ്യുക, അവരുടെ ഒരു സ്റ്റഡി വെച്ച്, അവരുടെ ഇൻപുട്സ് വെച്ച്, പല രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വെച്ചുള്ള കിട്ടുന്ന ഇൻപുട്സും പല ഏജൻസിയിൽ നിന്നുള്ള കിട്ടുന്ന ഇൻപുട്സ് വെച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഈ ഇൻപുട്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ സാധാരണക്കാരെ ആൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആദ്യം റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ മാറി നിൽക്കുകയാണ് സാധാരണ നമ്മൾ കാണുന്നത്. പിന്നീട് NDRF ആയാലും ശരി, ആർമി ആയാലും ശരി, അവരാണ് അതിൻ്റെ മുന്നിലോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലോക്കൽസിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിക്കാം. കാരണം ഒരു ലോക്കൽ സപ്പോർട്ട് ആവശ്യം വരും. എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കുറിച്ചുള്ള ജോഗ്രഫിയെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള അറിവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ഇൻപുട്സ് ലോക്കൽസിൽ നിന്ന് കിട്ടും. പക്ഷേ ആ ഓപ്പറേഷനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ അവർ ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഈ ലോക്കൽ സപ്പോർട്ടേഴ്സ് ആയാലും ശരി, മാധ്യമങ്ങളായാലും ശരി. ഞാൻ ഒരു കാര്യം കൂടെ ശ്രീ ഗോപി പറയുന്നത്, അതിനകത്ത് ഞാൻ എല്ലാ മീഡിയ ഇതിനകത്ത് കണ്ടിരുന്നു, ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ വിഷ്വൽസ് ആ പുഴയുടെ മുകളിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ ആലോചിക്കായിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പം ഇതുപോലത്തെ ഡ്രോൺസ് ഇത്രയും അടുത്ത് അലൗ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം നാളെ നമുക്കിപ്പോൾ ആസ് ഫാർ ആസ് ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നോ ആണ്, അതൊരിക്കലും അത് ലൈവായിട്ട് ചെയ്യാൻ പോലും പാടില്ല. പക്ഷേ ഈവൻ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെയും അത് താഴെ നടക്കുന്ന ഓപ്പറേഷനെ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള
ഒരു അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞാൻ പക്ഷേ പോയിന്റ് ശരി ശ്രീ എസ് ഡിനി, താങ്കൾ പറഞ്ഞതുപോലെ അവിടെ അത്തരം കാര്യങ്ങളിൽ മര്യാദകൾ അല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡിസ്കസ്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഈ ഓപ്പറേഷന് ശേഷം അത് ഫലം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. മാധ്യമങ്ങളുടെ ഇടപെടലും പെരുമാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, നാട്ടുകാരുടെ ഒരു അതിസാഹസികമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശ്രീ എസ് ഡിനി, ഇനിയിപ്പോൾ നാളെ 9ാം ദിവസവും തെരച്ചിൽ തുടരാൻ പോവുകയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആർമിയിലെ മേജർ ജനറലായിരുന്ന എം ഇന്ദ്രപാലിന്റെ സഹായം ദൗത്യസേന തേടിയിരുന്നു. അദ്ദേഹം നാളെ ഈ സംഘത്തിന്റെ ഭാഗമാകുന്നു. മാത്രമല്ല ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അതിന്റെ പ്രയോഗ സാധ്യതകളെ കുറിച്ച് എനിക്കറിയില്ല. അത്തരം ഒരു അത്യാധുനിക സംവിധാനം കൊണ്ടുള്ള പരിശോധനയിൽ ഒരു സൂചന കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. നാളത്തെ ദൗത്യം ഒരു വിജയമായി തീരാനുള്ള സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണ, ഞാനും അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ആ ഒരു രീതിയും വെച്ച് നാളെ ഈ ഇന്ദ്രബാലൻ സർ വരുന്ന ആ ഒരു എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെർച്ച് ഡെഫിനറ്റ്ലി ഒരു കുറച്ചും കൂടെ ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന നാളെ ആ തീരഭാഗത്തും ഏകദേശം ഒരു ഫൈനൽ എനിക്കൊന്ന് ബൂം എക്സവേറ്റർ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഒരു നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേവിയുടെയും PRO പറഞ്ഞ പോലെ അവർ ആ സെർച്ച് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ഒൺലി ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ കുറച്ചുകൂടെ ഒരു ബെറ്ററായി ഒരു നല്ലൊരു രീതിയിലേക്ക് ചെറിയ ടൈമിലെങ്കിലും മാറുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള റിസൾട്ട് കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി രവിയേട്ട, നമുക്ക് നാളെ അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥയിലും അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യന്ത്രസാമഗ്രികൾ, അങ്ങനെയുള്ള യന്ത്രസാമഗ്രികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിന് നിലവിൽ ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന കാര്യങ്ങൾ അവിടേക്ക് ആവശ്യമാണ്, അവിടുത്തെ സിറ്റുവേഷൻ ഇന്നതാണ്, അവിടേക്ക് ആവശ്യമായ മിഷനറികൾ ഇന്നതാണ് എന്നുള്ള ഒരു ധാരണ പ്രകാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ ആർമിക്കോ അല്ലെങ്കിൽ നാവിക്കോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അവസാന മണിക്കൂറിലാണ് എക്സ്കവേറ്ററും അല്ലെങ്കിൽ ഈ പൊക്ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എത്തപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പോലും നമുക്ക് ഇനിയുള്ള ഈ പ്രതികൂല കാലാവസ്ഥയെ മറികടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അത്യാധുനിക യന്ത്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർജുനെയും ആ ലോറിയും വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള. ശരി ശരി രവേട്ട, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെയും ഈ ചർച്ച അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ അതേ പ്രതീക്ഷ ബാക്കി വെച്ചായിരുന്നു. ഇന്നും ഈ 8ാം ദിനത്തിലും പക്ഷേ വിപുലമായ ഫലങ്ങളായിരുന്നു വന്നത്. നമ്മളെ നിരാശപ്പെടുത്തുന്നായിരുന്നു. പക്ഷേ നാളെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട് ഗംഗാവാലി പുഴയിൽ നടത്തുന്ന അവിടം കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉറപ്പായും കിട്ടും എന്ന് നമുക്ക് കരുതാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രതീക്ഷയോടുകൂടി നമ്മൾ അർജുന് വേണ്ടി കാത്തിരിക്കാം.